കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കോട്ടയം ഏറ്റുമാനൂരിൽ ട്രെയിനിന് മുമ്പിൽ ചാടി അമ്മയും മകളും ആത്മഹത്യ ചെയ്ത വാർത്ത പുറത്തു വന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു കേസിൽ ഇവരുടെ ഭർത്താവിനെ കോട്ടയം ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. തൊടുപുഴ സ്വദേശി നോബിയെയാണ് കോട്ടയം ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏറ്റുമാനൂർ 101 കവല വടകരയിൽ വീട്ടിൽ ഷൈനി, മക്കളായ അലീന, ഇവാന എന്നിവരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഷൈനിയുടെ ഭർത്താവ് തൊടുപുഴ ചുങ്കംചേരിയിൽ വീട്ടിൽ നോബിയെയാണ് ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നോബിയുടെ പീഡനത്തെ തുടർന്നാണ് ഷൈനിയും പെൺമക്കളും ആത്മഹത്യ ചെയ്തെന്ന പരാതിയിൽ പോലീസ് ഇയാളെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുകയായിരുന്നു. നോബിയുടെ ഫോൺ രേഖകൾ പോലീസ് ശേഖരിച്ചു. ഇതിൽ നിന്നും നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. 9 മാസങ്ങൾക്ക് മുമ്പ് നോബി ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് 2 പെൺമക്കളുമായി ഭർത്താവിന്റെ വീട് വിട്ടിറങ്ങിയ ഷൈനി ഏറ്റുമാനൂരിലെ സ്വന്തം വീട്ടിലായിരുന്നു താമസം. എന്നാൽ അകന്നു കഴിയുമ്പോഴും ഭർത്താവിൽ നിന്നും ഫോണിലൂടെയും മറ്റും മാനസിക പീഡനം തുടർന്നു. ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് ഒരു ദിവസം നോബി ഏറ്റുമാനൂരിൽ എത്തിയിരുന്നതായി വിവരമുണ്ട്. പെട്ടെന്നുള്ള ആത്മഹത്യക്ക് കാരണം എന്തെന്നറിയാനായാണ് പോലീസ് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഷൈനിയുടെയും മക്കളുടെയും മൃതദേഹം ഏറ്റുവാങ്ങാൻ നോബിയും മൂത്ത മകൻ എഡ്വിനും ഷൈനിയുടെ വീട്ടിലെത്തിയപ്പോൾ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. ഷൈനിയുടെയും പെൺമക്കളുടെയും സംസ്കാര ചടങ്ങുകൾ ചുങ്കത്ത് നോബിയുടെ ഇടവക പള്ളിയിലാണ് നടന്നത്. വ്യാപക പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് സംസ്കാര ചടങ്ങുകളിൽ നോബി പങ്കെടുത്തിരുന്നില്ല.